സോ അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി എന്ന് പറഞ്ഞൊരു ഹൊറർ ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഒരു ചാനലുണ്ടായിരുന്നു, ആ ചാനൽ പോയി ആ ഒരു ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നു, 400 500. അപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ കളിച്ചൊരു ഗെയിമാണ്. ബട്ട് അന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതിന് ശേഷം പാർട്ട് ഇട്ടില്ല. പാർട്ട് ഇടാമെന്ന് വിചാരിച്ച സമയത്താണ് എൻ്റെ അക്കൗണ്ട് പോയത്. അപ്പം ഇന്ന് നമ്മൾ ആ ഒരു ഗെയിമാണ് കളിക്കുന്നത്. കളിച്ച സമയത്ത് ഞാൻ ഔട്ടായിപ്പോയി. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം കിട്ടി, ബട്ട് ഒരു സാധനം മാത്രം കിട്ടിയില്ല. ഒന്നല്ല, ഒരു 2-3 സാധനം കിട്ടിയില്ല. അത് ഏടെ നോക്കിയിട്ട് കിട്ടുന്നില്ല. പിന്നെ ഒരു സീക്രട്ട് ഡോർ ഉണ്ട്, അങ്ങോട്ട് പോകണമെങ്കിൽ എന്തോ സ്പെഷ്യൽ കീ വേണമെന്ന് പറയുന്നത്. ആ സ്പെഷ്യൽ കീ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ആ സ്പെഷ്യൽ കീ ആദ്യം കിട്ടണം. ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാണ്ട് തന്നെയാണ് കളിക്കുന്നത്. നമുക്കെന്തായാലും നോർമലിലിടാം, ഈസി ഇടുമ്പോൾ എന്തോ പോലെ നമുക്കെന്തായാലും കളിച്ച് നോക്കാം. ആ ഒരു സ്പെഷ്യൽ കീ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ആ സ്പെഷ്യൽ കീ കിട്ടിയത് ഒരു അണ്ടർഗ്രൗണ്ട് വഴി പോവാം. അപ്പം അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിക്കണം. എന്നാൽ ചിലപ്പം എസ്കേപ്പ് ആകാൻ പറ്റുമായിരിക്കും. ഇതിൽ ഗ്രാനി എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാപ്റ്റർ 2 ഞാൻ കളിച്ചതാണ്. ചാപ്റ്റർ 2 ഞാൻ എസ്കേപ്പ് ആയിക്കോട്ടാ. ഞാൻ 2 കളിച്ചതിന് ശേഷമാണ് 1 കളിക്കുന്നത്. 2ൽ എസ്കേപ്പ് ആയിക്കും, ബട്ട് 1ൽ എസ്കേപ്പ് ആകാത്തതിൻ്റെ കാരണം ആ സ്പെഷ്യൽ കീ എങ്ങനെയാണ് കിട്ടുന്നത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ട്രിക്ക് ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിവിടെ അയ്യോ എറിഞ്ഞ സ്ഥലം മാറിപ്പോയി. ഓക്കെ, ഓ മൂഞ്ചി, തുടക്കം തന്നെ മൂഞ്ചി ഗൈസ്. നമുക്ക് സൗണ്ട് കൂട്ടി വെക്കാം. ലേശ സൗണ്ട് മതി ഗൈസ്, അധികം കൂട്ടുമൊന്നും വേണ്ട. എന്തായാലും തുടക്കം തന്നെ നമ്മൾ മൂഞ്ചിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് പൊളിക്കും ഗൈസ്. സോ ഇനി നമ്മൾ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് കളിക്കണം. അതേ ട്രിക്കിൽ ഇത്തവണ തോക്കാണ്ട് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. ഇത്തവണയെങ്കിലും വർക്കൗട്ട് ആവൂടെ. എൻ്റെ പൊന്നളിയ, ഒന്ന് വേഗം വിളിക്ക്. ഓക്കെ, ഗ്രാനി തളച്ചി, ബാബാ തളച്ചി. എല്ലാ പേരെല്ലാം പെട്ടെന്ന് ആള് ചുമ്മാ ട്രാപ്പും വെച്ചിട്ട് അയ്യോ കണ്ട് ആള് നോർമൽ സ്പീഡിൽ വരുന്നതുകൊണ്ട് ലേശം സ്പീഡ് കൂടുതലായിരിക്കും എന്നൊരു സംശയം. നോക്കട്ടെ, ആളെ സ്പീഡൊന്ന് നോട്ട് ചെയ്ത് നോക്കണം. അമ്മച്ചി, ആള് നല്ല സ്പീഡിലാണ് വരുന്നത്. നോർമൽ ഇടേണ്ടി വരും. ഈ ബുക്ക് ഞാൻ കുറേ കണ്ടിന്. ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പുറത്ത് ഇങ്ങനെ ഒരു വഴിയുണ്ട്, എനിക്കറിയാം. ഐ ന്യൂ ദാറ്റ്. ഇതിൽ കൂട്ടാ പോയി കഴിഞ്ഞാൽ വേറെ റൂമിലേക്കാണ് എത്തുക. ഓക്കെ, നമുക്ക് ആ വെപ്പൺ കീ കണ്ടുപിടിക്കണം ഗൈസ്. അത് കണ്ടുപിടിച്ചാൽ ഞാൻ ടോയ്ലറ്റ് തപ്പിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ടോയ്ലറ്റിൽ നിന്നായിരുന്നു വെപ്പൺ കീ കിട്ടിയത്. ഇത് കണ്ട, ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടും. പിന്നെ ഇത് എനിക്കറിയാം, ഇത് വെച്ച് നമുക്ക് ഗ്രാനീനെ ഐസാക്കാൻ പറ്റും. അത് ഭയങ്കര കോമഡിയാണ്. ഈ റൂം വെച്ചാന്ന് തോന്നുന്നു നമ്മൾ സ്പെഷ്യൽ കീ വെച്ച് പോകുന്നത്. അപ്പം ഇവിടെ ഗ്രാനി ഉണ്ട്. നമുക്ക് മെല്ലെ പോയി. ഇവിടെ ഗ്രാനി ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. എൻ്റെ പൊന്നോ, സൗണ്ട് കേട്ട് ഇപ്പോൾ ഗ്രാനി അങ്ങോട്ട് പോവും. ബെസ്റ്റ്. ഇവിടെ സൗണ്ട് കേട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഗീസ്. ഇതെടുത്തിട്ട് നമുക്ക് ഗ്രാനീനെ ട്രാപ്പാക്കാൻ പറ്റും ഗീസ്. അറിയോ? നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഓ പുല്ല്. ഓക്കെ, ഞാൻ ആ സൗണ്ട് കേട്ടേരം പെട്ടെന്ന് ഓടിക്കളഞ്ഞാണ്. ബട്ട് ഗ്രാനി എങ്ങനെ നമ്മളെ പിടിച്ചത്? നമ്മൾ ഓടിയതാണല്ലോ. നോ മാൻ, ഈസി ഇട്ടാൽ മതിയായിരുന്നു നോർമലിൽ. സോ ഇപ്പോൾ ഗേസ്, സോ നമ്മൾ വീണ്ടും ഈ ട്രിക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പൊന്നു മച്ചമ്പി, ലാഗ് അടിക്കല്ലേ. ഗ്രാനി വന്ന് നമ്മളടിക്കും. എനിക്ക് തോന്നുന്നു ഈ സെൻസിറ്റിവിറ്റി ഒരു ഓക്കെ ഇപ്പോൾ സെറ്റ്. ഇതാണ് നേരത്തെ ലാഗ് അടിച്ചത്. ഓക്കെ, ടോയ്ലറ്റ് ഇപ്പം വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. ഗ്രാനീനെ ഒന്ന് വിളിച്ചു വരുത്താം.
ഗ്രാനീനെ ആദ്യം ഒന്ന് ട്രാപ്പാക്കട്ടെ. ഗ്രാനിക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ല ഗൈസ്. പക്ഷേ ലാഗ് എന്നിട്ട് മാറിയില്ലേ, തിരിച്ചെടുക്കാൻ പോകണ്ട ഗൈസ്. ഈ ലാഗ് മാറുന്നൊരു ലക്ഷണമില്ലല്ലോ. ഗ്രാനി വാ 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 വാ. കാണില്ലെന്നാണ് തോന്നുന്നത്, നേരത്തെ കണ്ടിരുന്നു ഗൈസ്. ഓക്കെ കൂട്ടടാ. എന്തു പറ്റി ഗ്രാനി, മൂഞ്ചിപ്പോയോ? തളച്ചി മൂഞ്ചി ഗൈസ്. ഓക്കെ 1 മിനിറ്റാ. ചിലപ്പോൾ നോർമൽ ഇട്ടുകൊണ്ട് പണി കിട്ടിയെന്ന് തോന്നി ഗൈസ്. നോർമൽ ഇട്ടാൽ വെറും 60 സെക്കൻഡ് കിട്ടത്തുള്ളൂ. ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ആ സമയം കൊണ്ട് വെപ്പൺ കീ എടുക്കാം. ഗ്രാനീനെ ചിലപ്പോൾ കുറേ കൊന്ന് കളിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ വെപ്പൺ കീ ഇവിടെ ഉണ്ടാവും. ഇല്ല ഗൈസ്, എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം വെറുതെ ആയി. വെപ്പൺ കീ അവിടെ ഇല്ല. ഓക്കെ ആ ബുക്ക് വെച്ച് എന്തോ ഒരു യൂസ് ഉണ്ട് ഗൈസ്. ആ യൂസ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ബേബി ഇത് തുറക്കുമ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. ഇവിടെ എന്താ വെക്കണ്ടേന്ന് എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ ബുക്കിൻ്റെ യൂസ് അതാണ്. ബട്ട് ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോയെന്നൊന്നും അറിയില്ല. അത് മറ്റേ ഗ്രാനീൻ്റെ മോളല്ലേ, ഇതിനെ കാണിക്കാനായിരുന്ന. ഇതിനെനിക്കറിയാടാ, ഇത് യൂസ്ലെസ് ഐറ്റംസാണ് ഈ അതെല്ലാം. പ്ലെയേഴ്സ് യൂസുള്ളൊരു സാധനമാണ്. ഐ ന്യൂ ദാറ്റ്. ഗ്രാനി എണീറ്റും തോന്നുന്നു. ഷിറ്റ് പെട്ടു കേസ്. ഗ്രാനി എണീറ്റിട്ടുണ്ട്. ആ കുഴപ്പമില്ല, പോട്ട്. ഇതും ഞാനിട്ട് ഇവിടെ ഇടാം, അതാകുമ്പോൾ ഗ്രാനി അവിടെ വരും. ആ സമയത്തിന് ഇങ്ങോട്ട് പോവാം. എൻ്റെ പൊന്ന് മോനെ, അവിടെ ശബ്ദം ഉണ്ടാക്കി. ഓക്കെ സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്, ആവശ്യം വരും. പോട്ട്. ഓക്കെ പാർട്ട് ഓഫ് എ ഗണ്ണ്. ഇതിനകത്തെന്താ? ഓക്കെ ഈ ടെഡീനെ വെച്ചാൽ മറ്റേ ഗ്രാനി വരും. എനിക്കൊന്നും വേണ്ടടാ നിൻ്റെ ടെഡി. എനിക്കെന്താ വട്ടല്ലേ അപകടം വിളിച്ചു വരുത്ത്. സോ വീൽ ക്രാങ്ക്. വീൽ ക്രാങ്ക് ഇത് പുറത്തെടുത്ത് വയ്ക്കാം. പോടാ. ഗ്രാനി പോയി ഗൈസ്. ഏത് വഴിയാണ് പോയെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. കുഴപ്പമില്ല, നമുക്ക് ഈ വഴി പോയി രണ്ട് കൽപ്പിച്ചിട്ട്. ഗ്രാനി ആ വഴിയാണ് പോയതെന്ന് എൻ്റെ മനസ്സ്. ആ വഴിയാണ് പോയത് ഗൈസ്. നമുക്ക് മെല്ലെ ഇത് വിട്ടിപ്പോൾ. ഓക്കെ അല്ല ഗൈസ്, എനിക്കൊരു ട്രിക്കുണ്ട്. നമുക്ക് സുരക്ഷിതമായിട്ട് പോകണമെങ്കിൽ. ഒച്ച കേട്ടിട്ടുണ്ടാവുമോ? ഒന്നുകൂടെ നോക്കാം. ഇല്ല ഗൈസ്. എത്തി ഗൈസ്, നമുക്ക് നേരെ പോവാം. ഓക്കെ ബോയ്. ഇവിടെ ഒച്ച ഉണ്ടാവും ഇപ്പം. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് എങ്ങാണ്ട് എവിടെയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എവിടെയാ? അത് പോയോ? അതെന്താ? സ്പെഷ്യൽ കീ ഡ്രോപ്പ് ചെയ്തിട്ടാണോ അത് പോയേ? എനിക്ക് അപ്പോഴേ തോന്നി എന്തോ ഉണ്ടെന്ന്. ഗൈസ് നിങ്ങൾക്കൊരു ലൂപ്പ് അറിയാവോ? എന്നാൽ എനിക്കറിയാം ഗൈസ്. ഇത് താഴെ പോകില്ല, താഴെ പോടാ. ഓക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ചാടുക. നമുക്ക് ഈ ഒരു സാധനം പൊളിക്കാൻ ഹാമറിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഗ്രാനി തന്നെ ഇത് നമുക്ക് പൊളിച്ച് തരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് വർക്കായൊരു സംഭവമാണ്. ഇതാണ്ടോ നോക്കിക്കോളേ. ഓ മാൻ. ഗ്രാനി ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്.
നമ്മളെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയൊന്നും ഗ്രാനിക്കില്ല. പോ തള്ളേ, തള്ളേ, പോ 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 പോ. എൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കും. എൻ്റെ ബേസ്ബോൾ ബാറ്റ് എടുത്തിട്ട് നിനക്ക് തന്നെ രണ്ട് കൊട്ട് വരും. പോ പോ. എനിക്ക് തീരെ അനുസരണയില്ല, മിക്കവാറും കൊടുക്കേണ്ടി വരും കൊട്ട്. ആ അനുസരിച്ച് താണ്ടെ അത് തള്ളിയിട്ടിട്ട് തിരിച്ചു വരരുത്. ഓ ഭാഗ്യം. മണ്ടത്തരം ഗ്രാനി തള്ളച്ച് കാണിച്ചിട്ടില്ല. സോ നമ്മൾ ഇപ്പം എന്താ ചെയ്യുമെന്ന് വെച്ചാൽ, ഓക്കെ ഗ്രാനി തള്ളച്ചി അപ്പോൾ താഴോട്ട് പോവും. ആ തക്കം നോക്കിയിട്ട് നമ്മളുണ്ടല്ലോ, അതുകൊണ്ട് ഈ പ്ലാങ്ക് നമ്മൾ എന്ത് എടുക്കും? അതുകൊണ്ട് ഗ്രാനി തളച്ച് അപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ എന്തോ എടുക്കും? ഏതായി വഴി? അയ്യോ ഗ്രാനി വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, വാതിൽ ലോക്കായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഓക്കെ ഇവിടെ ഒരു കീ ഉണ്ട്, നമുക്കത് എടുക്കും. ഞാനത് മറന്നുപോയി ഗൈസ്. ഈ ക്യാമറയാണ് അലമ്പ്. ഐ നീഡ് എ ഹാമർ. പോടാ മോജി. കട്ട് പ്ലെയേഴ്സ്. പ്ലെയേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കില്ലാടിയാ. ഞാൻ പെട്ട് ഗ്രാനി, എന്നെ ഒന്ന് രക്ഷിക്ക് ഗ്രാനി, എന്നെ രക്ഷിക്ക് ഗ്രാനി. ഗ്രാനി കണ്ടുപിടിച്ചില്ല ഗൈസ്. ഇതിങ്ങനെ വലിക്കുമ്പോൾ അയ്യോ അമ്മേ, ഞാൻ പേടിച്ച് പോയി. എൻ്റെ പൊന്ന് തള്ളച്ചി, എന്നെ ഒന്ന് രക്ഷിക്ക് തള്ളച്ചി. ഓക്കെ ഇതും കൂടെ തുറന്നിട്ട്, എൻ്റെ പൊന്നു മോനെ ഇനി അതിൻ്റെ അടുത്ത് ഞാൻ മുഞ്ചി. കുരിശു എന്നെ അനുഗ്രഹിക്കണം. നമ്മളങ്ങനെ ഡേ 4 കടന്നിരിക്കുകയാണ്. നമുക്ക് ആ സ്പെഷ്യൽ കീ എടുത്തിട്ട് മറ്റേ ആ സീക്രട്ട് സ്ഥലത്ത് പോകണമെന്ന് എനിക്കുണ്ട്. ബട്ട് ആദ്യം നമുക്ക് സേഫ് എടുക്കാമെന്നാണ് തോന്നുന്നത്, സേഫ് കീ വെച്ചിട്ട് മറ്റേ പരിപാടി. അപ്പം നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ ഗ്രാനീനെ ആദ്യം ഒന്ന് വിളിച്ചു വരുത്തിയേക്കാം നമുക്ക്. ഓക്കെ നമ്മളിതെടുത്തിട്ട് ഇടാം. ഓക്കെ ഒളിക്കാം. ഗ്രാനി തള്ളച്ചി ഇപ്പം വരും എന്നാണ് തോന്നുന്നത്. തള്ളച്ചി വേമ്പാ തള്ളച്ചി, വേഗം വാ തള്ളച്ചി, വേഗം വാ തള്ളച്ചി. ഒരു 5 മിനിറ്റായി ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ പൊന്ന് തള്ളച്ചി. ഓക്കെ ഗൈസ്, ഞാനാണ് ഒരു മിസ്റ്റേക്ക് കാണിച്ച്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒളിക്കുവാണ്. അവിടെ ഒളിച്ച് എന്തായാലും ഗ്രാനി നമ്മളെ കാണും. ഒന്ന് പോ തള്ളച്ചി. ഓക്കെ തള്ളച്ചി പോയിട്ടുണ്ട്, മുഴുവനായിട്ട് പോട്ടെ ഗൈസ്. പോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കി വെക്കണം. ഓക്കെ അങ്ങോട്ടേക്കാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, പ്ലെയേഴ്സ് ഞാൻ എവിടെയാണ് കളഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഗീസ്. ആ പ്ലെയേഴ്സ് ഞാൻ ഇവിടെ ആയിരുന്നു കളഞ്ഞത്, ബട്ട് കിട്ടി. ഓക്കെ തള്ളച്ചിപ്പം വരും. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഗ്യാസ് ഓയിലിന് വെച്ചെടുത്ത് തന്നെ നമുക്ക് ഇത് എറിയാം. ഓക്കെ ഗേസ്, എൻ്റെ തള്ളച്ചി നിങ്ങളൊന്നും ഇങ്ങ് വരാമെന്ന് താമസം. നിങ്ങൾക്ക് കിട്ടുള്ള 8ൻ്റെ അല്ല 16ൻ്റെ പണി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാ, ഈ തള്ളച്ചിക്ക് നമ്മൾ 16ൻ്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. എന്തു പറ്റി തള്ളച്ചി, മൂഞ്ചിപ്പോയോ വീണ്ടും? ഈ തള്ളച്ചി എന്ന് മണ്ടിയാണ് ഗൈസ്. ഒരു പ്രാവശ്യം ചത്തതാ, എന്നിട്ട് വീണ്ടും അതേ വഴിയിലേക്ക് വന്നേക്കുന്നു. ചാവ് നിങ്ങൾ. എൻ്റെ അമ്മച്ചി ഒന്ന് ചാവമ്മച്ചി. അമ്മച്ചി. ഓക്കെ ഇത് ഓഫാക്കി വയ്ക്കാം, വെറുതെ എന്തിനാ ഇത് കൂട്ടുന്നേ. തുറന്ന് പാവം
പെണ്ണും പിള്ള പുറത്തിരിക്കട്ടെ. നമുക്കപ്പോൾ ആ സമയത്തിന് നമ്മുടെ മേലെ പോയിട്ട് ഇതാക്കാം. മൊത്തം ഒരു ചോരക്കളി ആയിട്ടുണ്ട് ഗൈസ്, ഒരു ചോരക്കളി. ഇതവിടെ എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്ന് സംശയമാണ്. കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാൾ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കട്ടിംഗ് പ്ലെയർ തന്നെയാണ് അവർ ചോദിച്ചതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, മെല്ലെ പോവാ ഗൈസ്. ഇനി ഇത് തട്ടി വീണിട്ട് നമ്മൾ 8ൻ്റെ പണി വാങ്ങിക്കും. അപ്പം ഇത് തുറക്കാം. ഓ, ഇത് മുറിക്കണം. ഓക്കെ, ഞാനിതെടുത്തിട്ടുണ്ട്. ഓ, മെല്ലെ ഞാൻ എസ്കേപ്പായി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. മാറിക്കവിടുന്നു. ഇത് നമുക്ക് ഇവിടെ എറിഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ട്. നമുക്ക് ഇതുവഴി അണ്ടർഗ്രൗണ്ട് പോകണമെന്ന് എനിക്കുണ്ട്. ബട്ട് ആദ്യം സേഫ് എടുക്കുക, കാരണം അണ്ടർഗ്രൗണ്ടിൽ പോയാൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് ആദ്യം ഒന്ന് അണ്ടർഗ്രൗണ്ടിൽ പോയി നോക്കിയാലോ എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ആദ്യം അണ്ടർഗ്രൗണ്ടിൽ പോകാം. അണ്ടർഗ്രൗണ്ടിൽ വേറെ ആരും ഉണ്ടാവത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇതാണ് അണ്ടർഗ്രൗണ്ട്. അപ്പം ഇവിടെ ഇനി വേറെ വല്ല എസ്കേപ്പ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടെ ഒരു കോഗ് വീല് ഞാൻ കാണുന്നുണ്ട്. താഴ്ത്തിയാടി പിന്നെ കാലൊടിക്കാണ്ട് ചാടാൻ പറ്റില്ലേ. ഇവിടെ വലിയ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്, ചിലതിൻ്റെയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഗ്രാനി ഇവിടെയും വന്നാ അതെന്തത്? അതിൻ്റെ മുഖം കാണാൻ ആഞ്ചലീനേൻ്റെ ഒരു കട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ എന്തായാലും ഗ്രാനീനെ മാത്രമേ എനിക്ക് സഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം, അതായിരിക്കും നമുക്ക് നല്ലത്. എൻ്റെ പൊന്നെ, ആ ജീവിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ച്. ഈ തളച്ച് ഇവിടെയും വന്ന ഒരു മനസ്സമാധാനമായിട്ട് ഇരിക്കാനും ഈ തളച്ച് സമ്മതിക്കൂല. ഇതിൻ്റെ അകത്തൊന്നുമില്ല. തളച്ചി, എൻ്റെ അമ്മച്ചി, അമ്മയെ വേഗം കയറി പോടാ ഗൈസ്. ഈ സ്റ്റെപ്പ് കയറാൻ നിന്നാൽ തളച്ച് നമ്മളെ തെക്കോട്ടെടുക്കും. ഇവിടെ നമുക്ക് അപ്പോഴത്തേക്ക് മീൻ്റെ അകത്ത് കയറാ. ഓ, തളച്ച് നമ്മളെ കൊല്ലാനായിട്ട് അങ്ങ് കാത്തിരിക്കുവാന്നേ. മൂഞ്ചി. തളച്ച് ഇനി ഇങ്ങോട്ട് വരും. അതൊക്കെ നോക്കി നമുക്ക് പോവാം. തളച്ച് ഏതാണ്ട് അങ്ങോട്ട് എത്താറായി. നമ്മൾ റഷ് ചെയ്യുക. ഓഫ്, ഈ തളച്ച് അവിടെ നിൽക്കുന്ന എനിക്കൊരു വലിയ ഭീഷണിയാണ്. ഓക്കെ, ഇവിടെ ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി ഓടാ ഗൈസ്. തളച്ച് തിരിച്ചു വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ആ കീ എടുക്കണം. എന്നിട്ട് ഇവിടെ ഒച്ച ഉണ്ടാവുമല്ലേ. തളച്ച് മിക്കവാറും ഒച്ചയും കേട്ട് വരും ഗൈസ്. ബട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ജസ്റ്റ് മിസ്സിന് ഡേ 4 ചാവാതിരിക്കുന്നത് ഗൈസ്. മിക്കവാറും നമ്മൾ ഡേ 5-ലെത്തും. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മൾ തിരിച്ച് താഴോട്ട് ചാടുകയാണ്. ഓടിക്കോ, താഴെ പോകണം. എന്നിട്ട് നമുക്ക് ആ കീ തുറക്കാം. എന്ത് കിട്ടും? കാർ കീ. യെസ് ഗൈസ്, നമുക്ക് വെപ്പൺ കിട്ടാൻ പോവാണ്. ആ കാറിൻ്റെ അവിടെ ഒന്ന് പോയാൽ മതി. നമുക്കപ്പം ഇപ്പോൾ ഗ്രാനി കാണാതെ മെല്ലെ പോവാം. ഓക്കെ, കാറ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നു വെപ്പൺ കീ. നമ്മൾ ഊമ്പിച്ച് ഗൈസ്. ഓക്കെ, ബട്ട് ഗ്യാസ് ഓയിൽ നമ്മളതിലുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. എന്നിട്ട് ഓക്കെ, ഇനി ഗ്രാനി ബെററ്റ്. തളച്ച് ചത്തിട്ടുണ്ട് ഗൈസ്. തളച്ച് പല്ലൊന്നും തേക്കാത്ത പെണ്ണുങ്ങളാണ്. എന്നിട്ട് എങ്ങനെയാണ് ഈ നാറ്റടിക്കുമ്പോൾ ചാവുന്നത് തമ്പുരാനറിയാം ഗൈസ്. അപ്പം എൻ്റെ പൊന്ന് തളച്ചി, നിങ്ങൾ കാരണം ഗ്യാസ് ഓയിൽ നമുക്ക് തളച്ചിനെ കുറ്റം പറയാണ്ട് ഇത് ഓഫാക്കി വെക്കാം. അപ്പം ചിലപ്പോൾ കാണുമായിരിക്കും. ഓക്കെ, അവിടെ ഉണ്ട് ഈ തളച്ചി. അത് തട്ടി അവിടെ ഇട്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് ഇതിൽ ഒഴിക്കാം. ഇത് ഫുള്ളാവണം ഗൈസ്. ഓക്കെ, ഈ തൊട്ട് F വരെ ഗൈസ്. ഓക്കെ, ഫുള്ളായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യൂസില്ല, കളഞ്ഞേക്കാം. അപ്പോൾ
നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ ഒന്ന് പോകേണ്ടി വരും. സൂപ്പർ ഗേസ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മൾ നമ്മുടെ ബെസ്റ്റ് ട്രൈ ചെയ്യും. ഓക്കെ, ഗൺസ് പാർട്ട് ഒരുവിധം എല്ലാം കിട്ടി. നമുക്കിത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യാം. പിന്നെ ഫിക്സ് ചെയ്യാൻ അങ്ങോട്ട് മറന്നു പോയാലോ. ഓക്കെ, സ്പെഷ്യൽ കീ. വാട്ട്? ഇവിടെ 1 മിനിറ്റ് ഇത്ര ഇടുന്ന് കഴിഞ്ഞാ? ഓ നോ. ഡേ 5, ദ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഗൈസ്. ഇനി എന്ത് നടക്കും? നമ്മൾ ഔട്ടാവുമെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല പേടിയുണ്ട്. സോ യാ, എന്താ വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഇത് എടുക്കണം എന്തായാലും. നമുക്ക് നമ്മുടെ പഴയ ട്രക്ക് തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആ സ്പെഷ്യൽ കീ കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റും, ബട്ട് യൂസില്ല ഗൈസ്. ആ സ്പൈഡറിനെ കൊല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ മീറ്റ് കണ്ടുപിടിക്കണം, ബട്ട് ഇപ്പം തന്നെ അത് തുറന്നിട്ടാൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ പ്രശ്നം ഉണ്ടാകത്തില്ല. അതെന്തായാലും ഒന്ന് തുറന്നിടണം. ഗ്രാനി വരുന്നില്ല, അതാണ് പ്രശ്നം. നമുക്ക് എന്തായാലും നമുക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഗ്രാനി ഇവിടെ ട്രാപ്പ് എങ്ങാണ്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. സോ നമ്മൾ ആ ട്രാപ്പിൽ വീഴാതെ നൈസായിട്ട് പോകുന്നുണ്ട്. ഗ്രാനി ഇങ്ങോട്ട് വരണം ഗൈസ്. ഞാൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. അല്ലാ മുത്തേ, ഞാൻ ഗ്രാനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തത്. വരുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മൾ അതിൻ്റെ മേലെ നിന്ന് അടിച്ച് താഴോട്ട് ഇടുമെന്നാണ് തോന്നുന്നത്. ബേബി അതായിരിക്കും എൻഡിങ്. യെസ്, അതാണ് യെസ്. ഇവിടെ ഈ പ്ലാങ്ക് ഉള്ളപ്പോൾ ഞാൻ താഴോട്ട് വീഴത്തില്ല. യെസ്, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ആ പ്ലാങ്കുമ്പോൾ തൂങ്ങിയിരിക്കും. എന്നിട്ട് നമ്മൾ മേലോട്ട് വന്നിട്ട് ഒറ്റ ഓട്ടം ഓടും. എന്നിട്ട് രക്ഷപ്പെട്ടിട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്യും. ഒരു ഡേ 6 നമുക്ക് കിട്ടും. യെസ്, ഞാൻ രക്ഷപ്പെടും. തള്ളു. അടി. എടാ, ഗ്രാനി കുഞ്ഞുണ്ടടാ. നമ്മളെന്തായാലും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈം നമ്മളെന്തായാലും എസ്കേപ്പ് ആവും ഗൈസ്. പിന്നെ ഞാനിവിടെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഞാൻ ഏത് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗൈസ്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഫേസ് ക്യാം വീഡിയോ നെക്സ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ പ്ലേ സ്റ്റോർ വർക്കാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേ സ്റ്റോർ വർക്കായി ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ ഗ്രാനി കളിച്ചത്. സോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഫേസ് ക്യാം വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ബൈ, പീസ് ഔട്ട്. പാർട്ട് 2 കാണണേ ഗൈസ്, ഗ്രാനീൻ്റെ പാർട്ട് 2. നമ്മൾ പാർട്ട് 2 ഗ്രാനീനെ ഉടയ്ക്കും. എല്ലാവർക്കും ബൈ.